ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ശക്തമായ ഫലവും ആശ്രയിച്ചിരിക്കുന്നത് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയെ എപ്പോഴും അത് ദൈവത്തോടിങ്ങനെ അടുപ്പിച്ച് നിർത്തും. പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങണത് തന്നെ, നമ്മുടെ ദിവസം തുടങ്ങണത് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോട് കൂടിയാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദൈവ മനസ്സാണ് ശരിക്കും അത്. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠനവിധേയമാക്കണം. സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദൈവ മനസ്സ് വെളിപ്പെടണം. അതിനാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോട് ചേർന്നാണ് പിന്നീട് വചന വായന വരണത്. അത് ഒരു ദിവസം അരമണിക്കൂർ നമ്മൾ ദൈവവചനം വായിക്കണം. അതേതെങ്കിലും ഒരു സമയത്ത് മതി. അപ്പോഴും നമ്മൾ ദൈവത്തോട് അടുത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനം. പത്രം നമ്മൾ വാങ്ങിച്ചിട്ട് അമ്മ മാതാവിനെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെടുത്ത അമ്മയെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിൽ അത് വിതരണം ചെയ്യും, പ്രാർത്ഥിച്ച്. ആ ഒരു ബോധത്തോട് വിതരണം ചെയ്ത എല്ലാവർക്കും നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. അതിലൂടെ ജനം വീണ്ടും അമ്മയെ അറിഞ്ഞ്, അമ്മയിലൂടെ യേശുവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സ് ലോകത്തിന് വെളിപ്പെട്ടും അതുപോലെ തന്നെ ലോകത്തിന് പ്രയോജനപ്പെട്ടും വരും. അപ്പം ദൈവമായിട്ട് മനുഷ്യർ അറിയാത്തവരറിയും, അറിഞ്ഞവർ ആഴപ്പെടും. അങ്ങനെ അപ്പോഴും ഏതെങ്കിലും സമയത്ത് നമ്മളിത് വർഷം നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉപവി പ്രവർത്തനമുണ്ട്. രോഗികളെ പോയി കാണുക, അതും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയമൊക്കെ ഇത് കണ്ടെത്തി കർത്താവിൻ്റെ വേല ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുക. പിന്നെ രോഗികളെ പോയി സന്ദർശിക്കണം, അല്ലേ? ആ ദൈവസ്നേഹത്തോടെ സന്ദർശിക്കണം. ആ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്ധ്യയാകുമ്പോൾ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെ വീണ്ടും ദൈവതിരുസേനയെ പുനഃസമർപ്പണം ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി സന്ധ്യാപ്രാർത്ഥന. അത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിച്ച് നിർത്തുകയാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഒരു മഹാത്ഭുതം പോലെ ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ ഈ കാലത്ത് ഏറ്റവും വലിയ അടയാളങ്ങൾ നടന്നിട്ടുള്ളതെല്ലാം ഉടമ്പടിയിലൂടെയാണ്. പക്ഷേ ഒരു കേവലമായ ഒരു പ്രാർത്ഥനയേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തെ വളരെയേറെ പല സ്ഥലങ്ങളിലും തൊട്ട് തലോടി അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനയല്ല ഇത്. ജീവിതം തന്നെ ഇതൊരു ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ടാണ്, ജീവിത രീതി. ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ടാണ്. അതിന് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കത് ലൈറ്റ് വെയിറ്റ് ആവും. ഒരു വിഷയത്തിൽ നമുക്ക് വേണ്ടത് ചില നിസ്സാര കാര്യങ്ങൾ പോലും ചിലർക്ക് വല്ലാത്ത ഭാരമായിരിക്കും. ഇപ്പം പരിശുദ്ധാത്മാവ് കെട്ടുപോകുന്നതിൻ്റെ ഒരു സൂചനയാണത്. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും. ഈ ഇങ്ങനെ നിസ്സാര കാര്യം പോലും നമുക്ക് പാടായിട്ട് വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപകട മേഖലയിലാണ്, ശ്രദ്ധിക്കണം. കാര്യം അഭിഷേകത്തിൻ്റെ നിലവാരമെന്ന് പറയണത് ഭയങ്കരമായ പ്രയാസമുള്ള കാര്യങ്ങൾ പോലും ലൈറ്റ് വെയ്റ്റ്, ഫെദർ ടച്ച്. അതിനാണ് അഭിഷേക വിധിപ്രകാരം എന്ന് പറയണത്. അതിൻ്റെ അഭിഷേകം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇത് ലൈറ്റ് വെയ്റ്റായിട്ട് ചെയ്യാൻ പറ്റും.